സംസ്ഥാന സഹകരണ മേഖലയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന കേരള ബാങ്ക് സംവിധാനം ഒഴിവാക്കി പഴയ രീതിയിലുള്ള ജില്ലാ സഹകരണ ബാങ്കുകൾ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഗൌരവമായ ആലോചനകൾ നടക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രൂപീകരിക്കപ്പെട്ട ഈ സംവിധാനം സഹകരണ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചതെന്ന് സഹകാരികൾക്കിടയിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. 2019 കേരളത്തിലെ മൂന്നതല ബാങ്കിംഗ് ഘടനയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിയത്. ജില്ലാ ബാങ്കുകളെ സംസ്ഥാന ബാങ്കുമായി ലയിപ്പിച്ചുകൊണ്ട് കേരള ബാങ്ക് നിലവിൽ വന്നപ്പോൾ വായ്പകൾക്കും നിക്ഷേപങ്ങൾക്കും കൂടുതൽ മെച്ചപ്പെട്ട പലിശ നിരക്കുകൾ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പ്രായോഗികതലത്തിൽ ഈ ആനുകൂല്യങ്ങളൊന്നും സാധാരണക്കാർക്ക് ലഭിച്ചില്ലെന്ന് UDF അനുകൂല സഹകാരികൾ ആരോപിക്കുന്നു. പഴയ സംവിധാനത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായാൽ തണലായി നിൽക്കാൻ ജില്ലാ ബാങ്കുകൾക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ കേരള ബാങ്ക് രൂപീകരണത്തോടെ റിസർവ് ബാങ്കിന്റെ കർശന നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും സ്വതന്ത്രമായി ഇടപെടാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്തു. കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ ബാങ്കുകൾ നിലനിന്നിരുന്നെങ്കിൽ ഈ പ്രതിസന്ധികൾ ഒഴിവാക്കാമായിരുന്നുവെന്നും ഇവർ വാദിക്കുന്നു. അതേസമയം 13 ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് രൂപീകരിച്ച കേരള ബാങ്കിൽ നിന്ന് പിന്നോട്ടുള്ള ഒരു മാറ്റം പ്രായോഗികമല്ലെന്നാണ് ഭരണനേതൃത്വത്തിന്റെ നിലപാട്. ഇത്തരം ഒരു തിരിച്ചുപോക്ക് സഹകരണ മേഖലയെ വർഷങ്ങളോളം പിന്നോട്ട് നയിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു.